ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. മത്തായി 7-ന്റെ 1 മുതൽ 5 വരെ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഗിരിപ്രഭാഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന തരത്തിലാണ് കർത്താവ് ഉപദേശം നൽകുന്നത്. ആത്മീകമായ കാര്യങ്ങൾ, അതായത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കണം, പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശക്തമായി പറയുന്നു. മറ്റുള്ള മനുഷ്യരോട് നമ്മുടെ നിലപാടും മനോഭാവവും എങ്ങനെയുള്ളതായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താൻ ഒരു വല്ലാത്ത ജാഗ്രത നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഒരു ഘട്ടത്തിൽ, ചെറിയ ചെറിയ ന്യൂനതകളും സംശയങ്ങളും ഊതിപ്പെരുപ്പിച്ച് വലിയ സത്യങ്ങളാക്കി മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു വല്ലാത്ത പ്രവണതയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് വളരെ സംഗതമാണ്. വിധിക്കപ്പെടാതിരിക്കാൻ നാം ആരെയും വിധിക്കരുത്. നമ്മൾ വിധിക്കുന്ന രീതിയും അളവും നമുക്ക് ബാധകമാകും എന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് നമ്മൾ വിധിക്കരുതെന്ന് പറയാനുള്ള കാരണം? ഒന്നാമത്, നല്ലതും ആകാത്തതും തമ്മിൽ വിവേചിപ്പാനുള്ള കഴിവുകളെ നമ്മൾ ഉപയോഗിക്കണം. എബ്രായ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ അതിൻ്റെ സൂചനയുണ്ട്. നമ്മൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞാനികളുമാകണം എന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു. തിന്മ തള്ളണമെങ്കിൽ നന്മ എന്താണ് എന്നറിഞ്ഞിരിക്കണം. നാം നായ്ക്കളെയും പന്നികളെയും കള്ളപ്രവാചകന്മാരെയും സൂക്ഷിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അകത്തുള്ളവരെ വിധിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് അങ്ങനെയാണ്. നമ്മളുടെ കാഴ്ചപ്രകാരം വിധിക്കാതെ നീതിയുള്ള വിധിക്കാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ കഴിവ് നമുക്കുണ്ടാവണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചിലപ്പോൾ കാര്യങ്ങളെയും ആളുകളെയും വിധിക്കാനുള്ള ആവശ്യങ്ങൾ വന്നേക്കാം. എന്നാൽ നമ്മൾ സ്വമേധയാ ലക്ഷ്യങ്ങളെയും പെരുമാറ്റങ്ങളുടെ ഉൽപ്പത്തിയെയും വിധിക്കാൻ ബന്ധപ്പെടരുത്. അതെല്ലാവരുടെയും ന്യായാധിപനായവന്റെ ചുമതലയാണ്. നമ്മുടെ വിധികളാൽ, കാഴ്ചപ്പാടുകളാൽ മറ്റുള്ളവരുടെ ജീവിതം തകർന്നു പോകാൻ ഇടവരരുത് എന്ന് കർത്താവ് പറയുന്നു. ന്യായപ്രമാണ ദാതാവായ ദൈവമാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവൻ തക്ക സമയത്താണ് തൻ്റെ വിധി പ്രസ്താവിക്കുന്നത്. നമ്മൾ അവൻ്റെ വിധി പ്രതീക്ഷിക്കുന്ന പക്ഷം നാം അവൻ്റെ ന്യായപ്രമാണത്തിൻ്റെ മുൻപിൽ മന്ദമായി പെരുമാറുകയാണ്. നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതെ നമ്മെ തന്നെ വിധിക്കുന്നതാണ് ഭേദം. അത് മാത്രമല്ല, കണ്ണിൽ കോല് വെച്ചുകൊണ്ടാണ് മറ്റേ മനുഷ്യൻ്റെ കണ്ണിലെ കരടെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതെന്താണെന്ന് നന്നായി നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല. ആദ്യമേ സ്വന്തം കണ്ണിലെ കോല് എടുത്തു മാറ്റുക. അത് കഴിഞ്ഞ് സഹോദരനെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരാത്മീയ താല്പര്യത്തോടു കൂടി അതിനെ സമീപിക്കാം.
അവൻ സൗമ്യതയുടെ ആത്മാവിലും തൻ്റെ സ്വന്തം കുറവുകളെക്കുറിച്ചുള്ള ബോധത്തിലും അതിലിടപെടണമെന്ന് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് ഇതിനോടനുബന്ധിച്ചാണ്. നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാത്ത ഒരുപാട് കോലുകളുണ്ട്. അവയെ നീക്കം ചെയ്യാൻ നമുക്ക് സാധിക്കണം. വചനത്തിൻ്റെ വെളിച്ചം ചേർത്ത് പിടിച്ചാൽ അതെല്ലാം കാണാൻ സാധിക്കും. അത് കണ്ടെത്താൻ നമുക്കിടയാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവെ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ കണ്ടെത്താൻ, വീഴ്ചകളെ കണ്ടെത്താൻ സഹായിക്കണമേ. മറ്റുള്ളവരെ വിധിക്കാനോ അനാവശ്യമായി ആരുടെയും ജീവിതത്തിൽ ഇടപെട്ടത് തകർത്ത് കളയാനോ ഞങ്ങളെ ഇടയാക്കരുതേ. നിയന്ത്രണം ഞങ്ങൾക്ക് നൽകണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.